ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുന്ന ഒരാളല്ല ഞാൻ. സുരേഷ് ഗോപി അല്പം മുമ്പ് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ബിജെപിയുടെ വിജയമല്ല, തനിക്ക് വ്യക്തിപരമായി കൂടി കിട്ടിയ വോട്ടുകളുടെ വിജയമാണ് എന്നാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബന്ധങ്ങളും അദ്ദേഹത്തിന്റെ കരിഷ്മയും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾക്ക് എന്തായാലും സംശയമില്ല. ഈ വിജയത്തിന് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള തെളിമ, ശുദ്ധി, വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഒരു ഘടകമായിട്ടുണ്ട്. പക്ഷെ പാർട്ടിയും അതും കൂടി ചേർന്നതുകൊണ്ടാണ്. അങ്ങനെയല്ല, മറ്റു മണ്ഡലങ്ങളിൽ ഇത്രയും ശതമാനം വോട്ട് ബിജെപിക്ക് കൂടുക. സ്ഥാനാർത്ഥികളെല്ലാം മികച്ച പ്രകടനമല്ലേ നടത്തുന്നത്. നിങ്ങളെ സ്ഥാനാർത്ഥികൾ കൂടിയതുപോലെ CPM-ന്റെ ഒക്കെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കൂ. ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരെ മത്സരിപ്പിക്കുന്നു പറഞ്ഞിട്ടാണ് പിന്നെ വിജയരാഘവനെയും പിന്നെ നമ്മുടെ തോമസ് ഐസക്കിനെയൊക്കെ ടീച്ചറെയൊക്കെ ഇറക്കിയിട്ട് എന്താണ് അവർക്ക് കിട്ടിയത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്, നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. വയനാട് ഏതാണ്ട് ഇരട്ടിയോളം വോട്ടുകൾ, കഴിഞ്ഞ തവണ കിട്ടിയതിന്റെ ഏതാണ്ട് ഇരട്ടിയോളം വോട്ടുകൾ. വയനാടിന്റെ പാർലമെന്റ് മണ്ഡലത്തിന്റെ സാമൂഹ്യ ഘടനയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതല്ലല്ലോ. അവിടെ ഇരട്ടിയോളം വോട്ടുകൾ ഞങ്ങൾക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അത് വിലയിരുത്തലുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശദമായിട്ട് പാർട്ടി നേതാക്കന്മാർ യോഗങ്ങളെല്ലാം കൂടിയിട്ട് വിശദമായിട്ട് ഞങ്ങൾ എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.